നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പശ്ചിമേഷ്യയേക്കാൾ വലിയ പൊട്ടിത്തെറിയും ലോകരാജ്യങ്ങൾ ഞെട്ടുന്ന നീക്കങ്ങളും ഇപ്പോൾ റഷ്യ യുക്രൈൻ വിഷയത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചില തന്ത്രപ്രധാനമായ നീക്കങ്ങളിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു. പക്ഷേ ട്രംപ് ആരുടെ പക്ഷത്താണ് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. റഷ്യക്കൊപ്പം എന്ന് പറയുന്നു, എന്നാൽ ചില നിബന്ധനകൾ യുക്രൈന് വെക്കുന്നു. അതനുസരിച്ചാൽ അമേരിക്കയുടെ സഹായം യുക്രൈൻ ഉണ്ടാകുമെന്ന വെളിപ്പെടുത്തൽ വരുന്നു. ശരിക്കും എന്താണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്? വളരെ വൈദഗ്ധ്യമുള്ള ഒരു കച്ചവടക്കാരന്റെ റോളിലാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ. ട്രംപിന്റെ വളരെ വിചിത്രമെന്ന് തോന്നുന്ന ചില പ്രസ്താവനകൾ അതായിരുന്നു ആദ്യം ലോകം കേട്ടത്. പക്ഷെ പിന്നീട് പെട്ടെന്ന് തന്നെ ഇതുവരെ തങ്ങളുടെ എതിർ ശാക്തിക ചേരിയിൽ നിന്നിരുന്ന റഷ്യയുമായി കൈകൊടുക്കുന്ന ട്രംപ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. അതെങ്ങനെയായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. യുക്രൈന് പൂർണ്ണ പിന്തുണയുമായി ഈ യുദ്ധത്തിൽ ആദ്യം മുതൽ നിന്നത് അമേരിക്കൻ ഭരണകൂടമായിരുന്നു, പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകൂടം. ആ ജോ ബൈഡൻ ഭരണകൂടത്തിനൊപ്പം ശക്തമായ നിലപാടെടുത്തിരുന്നു നാറ്റോ സഖ്യരാജ്യങ്ങൾ. യുക്രൈന്റെ ഒരു മുഖ്യ ആവശ്യം നാറ്റോ അംഗത്വമാണ്. നാറ്റോ അംഗത്വം നൽകിയാൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനം ഉണ്ടാകുമെന്ന് അമേരിക്ക ഉൾപ്പെടെ അന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രപരമായ നീക്കങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ഇക്കാര്യത്തിൽ യുക്രൈന് കിട്ടി. യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായി സെലൻസ്കിക്ക് പിന്നാലെ ശക്തമായ പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കാര്യങ്ങളെല്ലാം പൊടുന്നനെ തിരിയുന്നു ട്രംപിന്റെ വരവിൽ. യൂറോപ്യൻ രാജ്യങ്ങളെ അംഗീകരിക്കാത്ത ട്രംപ്, യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തത് ശരികേടാണ് എന്ന് വിളിച്ചു പറയുന്ന ട്രംപ്, സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കുന്നു. സെലൻസ്കിയെ യുക്രൈൻ എന്ന സുന്ദര രാജ്യത്തെ നശിപ്പിച്ച ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കുന്നു ട്രംപ്. തൊട്ടപ്പുറത്ത് ഇതുവരെ അമേരിക്കയുടെ എതിർ ശാക്തിക ചേരിയിൽ നിന്നിരുന്ന റഷ്യക്ക് ട്രംപ് കൈകൊടുക്കുന്നു. ലോകത്തിന്റെ ഒരു ശാക്തിക ചേരികൾ ഈ പരസ്പരം മാറി മറിയുന്നുവോ എന്ന സംശയം നമുക്ക് ഈ കാലയളവിൽ ഉടലെടുത്തു. ട്രംപിന്റെ അതീവ വൈദഗ്ധ്യമുള്ള നീക്കങ്ങൾ ഇവിടെ നമ്മൾ പ്രത്യേകം പരിശോധിക്കണം. ട്രംപ് എങ്ങനെയാണ് ഈ യുദ്ധവിരാമത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയത്? കാരണം ട്രംപിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഈ വാക്തന്ത്രങ്ങൾ മാത്രമാണ് ട്രംപ് ഇതിൽ പയറ്റിയത്. ട്രംപിന് മുന്നിൽ ഏറ്റവും വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഇതുവരെ അമേരിക്ക യുക്രൈന് വേണ്ടി മുടക്കിയ പണം അത് തിരികെ പിടിക്കണം. ഇനി യുക്രൈന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാക്കി മാറ്റണം. യുക്രൈൻ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അപൂർവ പ്രകൃതി ധാതുക്കൾ, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക ധാതുക്കളുള്ള ഒരു ഇടമാണ്. ആ ധാതുക്കൾ തന്നെയാണ് അമേരിക്കയുടെ കണ്ണ്. മുമ്പ് മധ്യേഷ്യയിൽ അമേരിക്കയ്ക്ക് എണ്ണ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ കണ്ണ് ധാതുക്കളിലാണ്. ട്രംപ് ആദ്യം തന്നെ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിരുന്നു. യുക്രൈന്റെ ധാതുക്കളിൽ തങ്ങൾക്ക് 50% അവകാശം. ഇതിനെ സെലൻസ്കി പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. യുക്രൈന്റെ സമ്പത്ത്, യുക്രൈന്റെ ആസ്തികൾ അത് യുക്രൈൻ ജനതയ്ക്കുള്ളതാണ്, അമേരിക്കയ്ക്ക് പങ്കുവെക്കാനുള്ളതല്ല എന്ന് സെലൻസ്കി ആദ്യം തന്നെ പരിഹാസത്തോടെ ട്രംപിന് നേർക്ക് പറഞ്ഞിരുന്നു. പക്ഷെ ട്രംപിന്റെ മാസ്റ്റർ പീസ് കളികൾ അതിനിടയിൽ നമ്മൾ കണ്ടു. സൗദി അറേബ്യയിലേക്ക് റഷ്യൻ സംഘത്തെ ട്രംപ് ക്ഷണിക്കുന്നു. ട്രംപിന്റെ പ്രതിനിധി സംഘത്തെ, ഏറ്റവും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെയാണ് ചർച്ചകൾക്ക് വേണ്ടി സൗദി അറേബ്യയിലേക്ക് ട്രംപ് അയച്ചത്. സൗദിയിൽ നടന്ന ആദ്യ ചർച്ചകൾ റഷ്യ വളരെ അനുഭാവപൂർവം അതിനോട് സഹകരിക്കുന്ന കാഴ്ച, ഇതൊക്കെ സെലൻസ്കിയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ സെലൻസ്കിക്ക് ഒരു കാര്യം ബോധ്യമായി. തനിക്ക് ഏതെങ്കിലും തലത്തിൽ പിന്തുണ നൽകേണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ ഐക്യമില്ല. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സെലൻസ്കിയുടെ അവസാന പ്രതീക്ഷ. ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്ന ഒരു യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗം. ആ യോഗത്തിലന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോണും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഒക്കെ പങ്കെടുത്തു. അന്ന് ഏറെ വിചിത്രമെന്ന് പറയട്ടെ, കെയർ സ്റ്റാമർ ശക്തമായ നിലപാടെടുത്തു. പതിറ്റാണ്ടുകളുടെ ആ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തുടങ്ങിയ അമേരിക്കൻ ബ്രിട്ടീഷ് ബന്ധം, അവർ ഇരു രാജ്യങ്ങളും സഹോദരങ്ങളെ പോലെയാണ് ഇതുവരെ കഴിഞ്ഞിരുന്നത്. അമേരിക്കയുടെ ഏത് സൈനിക നീക്കങ്ങൾക്കൊപ്പവും യൂറോപ്പിൽ നിന്നും ഇംഗ്ലണ്ട് ചാടിയിറങ്ങും, ബ്രിട്ടൻ ചാടിയിറങ്ങുന്ന കാഴ്ച അത് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടു, ഇറാഖ് യുദ്ധത്തിൽ നമ്മൾ കണ്ടു. എവിടെയും അമേരിക്കൻ സൈനികർക്കൊപ്പം ബ്രിട്ടീഷ് സൈനികരെത്തുന്നു. അമേരിക്കൻ യുദ്ധത്തിൽ പൂർണ്ണമായും ബ്രിട്ടന്റെ സഹകരണം, ഇത് കാലാകാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. പക്ഷെ അടുത്ത കാലത്ത് ഈ US ബ്രിട്ടൻ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ,
അതിന്റെ കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുക വയ്യ. പക്ഷെ ട്രംപിന്റെ മനസ്സിൽ മറ്റു ചില കാരണങ്ങളുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ബ്രിട്ടൻ ഇരട്ടത്താപ്പ് പുലർത്തി എന്ന ട്രംപിന്റെ ആരോപണമുണ്ട്. ബ്രിട്ടൻ ഇപ്പോൾ തന്നെ തീവ്ര വലതുപക്ഷത്തിന്റെ പിടിയിൽ നിന്ന് കുതറിമാറി ചില ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലേക്ക് ബ്രിട്ടൻ കൂപ്പുകുത്തുന്നു എന്ന പരാതി ട്രംപിനുണ്ട്. ട്രംപ് എപ്പോഴും തീവ്ര വലതുപക്ഷത്തെ വളരെ ചേർത്ത് പിടിക്കുന്നയാളാണ്. തീവ്ര വലതുപക്ഷ പ്രവർത്തനങ്ങളും തീവ്ര വലതുപക്ഷത്തേക്കുള്ള വ്യതിയാനങ്ങളുമാണ് ട്രംപ് ഇഷ്ടപ്പെടുന്നത്. അവിടെ ഇസ്ലാമിക തീവ്രവാദം ട്രംപ് എല്ലാ തലത്തിലും ചെറുക്കുന്നു. അപ്പോൾ ബ്രിട്ടനുമായി വലിയൊരു വേർതിരിവ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രകടമാണ്. നേരത്തെ ബ്രിട്ടൻ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരും അമേരിക്കൻ പ്രസിഡന്റുമാരും തമ്മിലുള്ള ഐക്യം ഇപ്പോൾ പ്രകടമല്ല. അടുത്തയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നു, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ അമേരിക്ക സന്ദർശിക്കുന്നു. എങ്കിൽ പോലും ബ്രിട്ടനും ഫ്രാൻസും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന് പച്ചയ്ക്ക് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായി വേണം നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന യോഗത്തെ കാണാൻ. ആ യോഗത്തിൽ കെയർ സ്റ്റാമർ ശക്തമായി പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്ന് ബ്രിട്ടീഷ് സേന ഒരു സമാധാന സേനയായി യുക്രൈനിലേക്ക് പോകുമെന്ന്. പക്ഷെ അതിനെ നഖശികാന്തം ജർമ്മൻ ചാൻസലർ എതിർത്തു. അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലും ഒരു ഐക്യബോധം ഉണ്ടായില്ല ഈ യോഗത്തിൽ എന്ന് മാത്രമല്ല, യുക്രൈന് പൂർണ്ണ പിന്തുണ നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ വിജയം. ട്രംപിനെ ഏതെങ്കിലും തലത്തിൽ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ കഴിയുമായിരുന്നു എങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഏകോപനത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇതിൽ ട്രംപിന്റെ ഭാഗം ആദ്യം വിജയിക്കുന്നു. ട്രംപ് പറയുന്നു, നാറ്റോ സഖ്യത്തിന് വേണ്ടി അമേരിക്ക ഒരുപാട് പണം ഒഴുക്കുന്നു. ഒരു മിനിമം 2% നാറ്റോയ്ക്ക് വേണ്ടി ഓരോ രാജ്യങ്ങളും മാറ്റിവെക്കണമെന്ന നിബന്ധനയുണ്ട്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അത് അംഗീകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അവിടെ അമേരിക്ക പലപ്പോഴും നാറ്റോ സഖ്യത്തെ നിലനിർത്താൻ 5% വരെ പണം ചെലവഴിക്കുന്നു. പലപ്പോഴും അമേരിക്കയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ നാറ്റോ രാജ്യങ്ങളെ തീറ്റിപ്പോറ്റാൻ എന്തിന് അമേരിക്ക തങ്ങളുടെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന ചോദ്യം അമേരിക്കൻ സെനറ്റിൽ ഇപ്പോൾ ശക്തമാണ്. ഇതുതന്നെയാണ് ട്രംപ് മുന്നോട്ട് ഉയർത്തുന്ന ചോദ്യവും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വിവിധ തലങ്ങളിൽ റഷ്യയെ എതിർചേരിയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ സേനാ വിഭാഗങ്ങൾ താവളങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്നു. എന്തിനാണ് അമേരിക്കൻ സേന ഇപ്പോഴും യൂറോപ്പിലിട്ടിരിക്കുന്നത്? അപ്പോൾ ഇത്തരം ഒരുപിടി ചോദ്യങ്ങൾ ഉയർത്തിയാണ് ട്രംപ് തന്റെ മാസ്റ്റർ കാർഡ് നീക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സെലൻസ്കിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി, യൂറോപ്യൻ രാജ്യങ്ങൾ തനിക്ക് നൽകുന്ന പിന്തുണ അർത്ഥശൂന്യമാണ്. റഷ്യ കടുപ്പിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണ സംരക്ഷണത്തിന് ഇറങ്ങില്ല. അവിടെ നമുക്ക് വേണ്ടത് അമേരിക്കയുടെ പിന്തുണയാണ്. മറുവശത്ത് പുതിന് ഏതെങ്കിലും തലത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് തടിയൂരുക മാത്രമായിരുന്നു ലക്ഷ്യം. അവിടെ ട്രംപിന്റെ ഈ പിന്തുണ പുതിനേറെ സഹായകരമായി. ട്രംപും പുതിനും തമ്മിൽ മണിക്കൂർ നീണ്ട ഒരു ടെലിഫോൺ സംഭാഷണം, അതിന് തുടർച്ചയായി ഉന്നതതല പ്രതിനിധികളുടെ കൂടിക്കാഴ്ച, തുടർന്ന് പുതിനും ട്രംപും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന പ്രഖ്യാപനം. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഇതൊരു ഇരട്ടി മധുരമാണ്. ഇതൊരു വിജയത്തിലേക്കുള്ള മുന്നേറ്റം എന്നൊക്കെയാണ് ഇപ്പോൾ റഷ്യ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ വിലയിരുത്തിയിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചുവെന്ന് റഷ്യ പ്രഖ്യാപിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ റഷ്യയുടെ കൈവശം ഇരിക്കുന്ന ഏകദേശം 5 മേഖലകളുണ്ട്, യുക്രൈന്റെ പല പ്രദേശങ്ങൾ. ഇവ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഫോർമുല അസാധ്യമെന്ന് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചു. ഇത് പുതിനെ സംബന്ധിച്ച് വലിയ ആവേശം പകരുന്ന കാര്യമാണ്. കാരണം ഏത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറും പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണമെന്ന ഉപാധിയോടെ ആയിരിക്കണമെന്ന് സെലൻസ്കി പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സെലൻസ്കിയുടെ ആവശ്യം നിരാകരിക്കുന്നു. ഇവിടെയൊക്കെ ട്രംപിന്റെ കണ്ണ് കച്ചവടമായിരുന്നു. അതിപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. ഏറ്റവും ഒടുവിൽ സെലൻസ്കിയുടെ മേൽ സമ്മർദ്ദം അതിശക്തമായി. സെലൻസ്കി ഇന്നലെ തന്റെ മുൻ നിലപാടുകൾ തിരുത്തി. അമേരിക്കയുമായി ഒരു കരാറിന് തങ്ങൾ സന്നദ്ധമാണ് എന്ന് ലോകത്തോട് പറഞ്ഞു, യുക്രൈൻ ജനതയോട് പറഞ്ഞു. ഇന്നലെ അമേരിക്കൻ പ്രതിനിധി സംഘവുമായി യുക്രൈൻ ചർച്ച നടത്തി. യുക്രൈന് വേണ്ടത് പരിപൂർണ സുരക്ഷയാണ്. പകരം പ്രകൃതി ധാതുക്കളുടെ 50% അവകാശം അമേരിക്കയ്ക്ക് വിട്ടു നൽകാമെന്ന് പറയുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഇത് $500 ബില്യൺ ക്രയവിക്രയമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് $500 ബില്യൺ നേടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ പല തലത്തിൽ ഇപ്പോൾ ഈ കരാറിനെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. അമേരിക്ക നടത്തുന്ന വലിയൊരു ചൂഷണമാണ്, ഒരു രാജ്യത്തിന്റെ സാഹചര്യം മുതലെടുക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അമേരിക്ക ഇതുവരെ നൽകിയ സഹായത്തിന് അവർ പ്രതിഫലം അർഹിക്കുന്നില്ലേ എന്ന ചോദ്യം.
മറുവശത്ത് യുക്രൈന് വേണ്ട പരിപൂർണ സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ട്രംപിന്റെ നീക്കം. എന്നാൽ ഏറ്റവും വിചിത്രം എന്ന് പറയട്ടെ, റഷ്യയെ പൂർണ്ണമായി യുദ്ധത്തിൽ നിന്ന് തള്ളി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും ശക്തമായി ചൂണ്ടിക്കാട്ടാവുന്ന വസ്തുതകൾ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ യുക്രൈൻ പിടിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു യുദ്ധമാണ് റഷ്യ. പക്ഷേ ആ ഒരു ചെറിയ രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറിപ്പോകുന്ന റഷ്യയെ നമ്മൾ പലപ്പോഴും കണ്ടു. റഷ്യ അത്ര നിസ്സാര രാജ്യമൊന്നുമല്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ലോകത്തിന് മുന്നിൽ വലിയ ഒരു നാണക്കേടിലേക്ക് പുടിന് പോകേണ്ടി വന്നു. കാരണം ഈ ഒരു രാജ്യത്തെ പോലും കീഴടക്കാൻ പുടിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു നാണക്കേടിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് ട്രംപ് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാക്കുമ്പോൾ അത് ഒരു തിരിച്ചടിയും കൂടിയല്ലേ പുടിനെ സംബന്ധിച്ചിടത്തോളം? അല്ല, പുടിൻ ഏറെ തിരിച്ചടികൾ ഇതിന് മുൻപ് തന്നെ ഏറ്റുവാങ്ങി. കാരണം പുടിനെ സംബന്ധിച്ച് തികച്ചും ഒരു ഏകാധിപതിയാണ് പുതിൻ. ഒരു ഏകാധിപതി എന്ന നിലയ്ക്ക് പുതിന് ശക്തമായൊരു സേനയില്ല. ആ സേനയ്ക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവണം യുദ്ധത്തിൽ. യുക്രൈന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ ആത്മാർത്ഥതയുള്ള ഒരു സേനാ വിഭാഗമാണ്. അവർക്ക് ആയുധങ്ങൾ കുറവാണ്, എങ്കിലും ശത്രുവിന് നേർക്ക് ജീവൻ പരീക്ഷണപ്പെടുത്തി യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു വലിയ ജനത അവിടെയുണ്ട്. ആ ജനതയൊക്കെ സേനയാണ്. അവരൊക്കെ സേവനത്തിന് സന്നദ്ധമായി നിൽക്കുന്നു. അപ്പോൾ യുക്രൈനെ സംബന്ധിച്ചുള്ള ഈ ആത്മാർത്ഥത നിറഞ്ഞ സേനാ വിഭാഗം, മറുവശത്ത് റഷ്യക്ക് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാത്ത കുറെ സേനാംഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു ഘട്ടത്തിൽ വാർണർ പോലെ വളരെ കൂലിപ്പട്ടാളത്തെ ആശ്രയിക്കേണ്ടി വന്ന ഗതികേട് പുതിനുണ്ടായത്. പിന്നീട് ഉത്തര കൊറിയൻ ഏകാധിപതിയോട് അവിടെ നിന്ന് 10,000 സൈനികരെ അയക്കണമെന്ന് പുതിൻ ആവശ്യപ്പെടുകയും 10,000 കൂലിപ്പട്ടാളക്കാർ അവിടെ എത്തി യുക്രൈനോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. ആയുധങ്ങളുണ്ട്, പക്ഷെ അവ ഉപയോഗിക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള സേന റഷ്യക്കില്ല. പലപ്പോഴും റഷ്യ വിറപ്പിക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ കണ്ടു. ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ അതിശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഭയം എന്തെന്നറിയാത്ത ഒരു നേതാവിനെയാണ് സെലൻസ്കിയിലൂടെ ലോകം കണ്ടത്. ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തൻ ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ സെലൻസ്കി ട്രംപിന്റെ പ്രപ്പോസലിനോട് ഒരു അനുനയ ഭാവം സ്വീകരിച്ചപ്പോൾ അമേരിക്ക സെലൻസ്കി ഒരു ധീര നേതാവാണ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അതൊരു പ്രസ്താവനയുടെ ഇരട്ടത്താപ്പാണെങ്കിൽ പോലും സെലൻസ്കി അത്തരത്തിൽ ആദ്യം ട്രംപ് ഏകാധിപതി എന്ന് പറഞ്ഞ ട്രംപിന്റെ വിശ്വസ്തൻ ഇപ്പോൾ ഒരു ധീരനായ യോദ്ധാവെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ വളരെ വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സെലൻസ്കിയെ എത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് സെലൻസ്കിയുടെ ഒരു ഫോട്ടോഷൂട്ടിനെ വിമർശിച്ചിരുന്നു. 2022 നടന്ന ഒരു ഫോട്ടോഷൂട്ടാണ്. അന്ന് സെലൻസ്കി ഭാര്യയെ ചേർത്ത് പിടിച്ച് വ്ളോഗ് മാഗസിന് വേണ്ടി മുഖചിത്രത്തിന് വേണ്ടി നിന്ന ഒരു ഫോട്ടോഷൂട്ട്. സ്വന്തം സൈനികർ, സ്വന്തം രാജ്യത്തെ അമ്മമാർ, കുഞ്ഞുങ്ങൾ വെടിയേറ്റ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുമ്പോൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ അധികാരിക്ക് ഇത്തരം ഫോട്ടോകൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് ഇലോൺ മസ്ക് ഉയർത്തിയത്. ഇതേ ഇലോൺ മസ്കിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. യുക്രൈൻ യുദ്ധം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇലോൺ മസ്ക് അന്ന് പ്രഖ്യാപിച്ചിരുന്നു, യുക്രൈന് വേണ്ട ഇന്റർനെറ്റ് ഞങ്ങൾ ഉപഗ്രഹ സംവിധാനത്തിലൂടെ പരിപൂർണമായി എത്തിക്കുമെന്ന്. അപ്പോൾ ഇലോൺ മസ്കിനും കച്ചവടം മാത്രമായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ വലിയ കച്ചവടക്കാരനാണ് അമേരിക്കൻ പ്രസിഡന്റ്. വലിയ കച്ചവടത്തിൽ യുക്രൈനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി തന്റെ കരാറിലേക്ക് വരുത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും ഇതിന്റെ ശ്രദ്ധേയമായ വശം. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിഷയം പറഞ്ഞു. പക്ഷേ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യുക്രൈന് നേരെ റഷ്യ അതിഭീകരമായ ആക്രമണങ്ങൾ നടത്തിയ ഘട്ടത്തിലൊക്കെ റഷ്യയെ വെല്ലുവിളിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ കണ്ടു. പക്ഷേ ട്രംപ് വന്നതോടുകൂടിയാണ് ഇതിലൊരു മാറ്റം വരുന്നതും യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നോട്ട് വലിയാൻ തുടങ്ങുന്നതും. അങ്ങനെയാണ് സെലൻസ്കിക്ക് മനസ്സിലാകുന്നത് ചതിയിൽപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ അത് ട്രംപ് എന്ന ആളോടുള്ള ഒരു ഭയമാണോ? അല്ല, ഒരു ട്രംപിസം അത് വല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഐക്യമില്ല. എല്ലാ രാജ്യത്തും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയെ, സെലൻസ്കിയുടെ മുഖ്യ ആവശ്യം അതായിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് ഒരു സംയുക്ത സേനയെ തയ്യാറെടുപ്പിക്കണമെന്ന്. പക്ഷെ അതിനുവേണ്ട ഫണ്ട് ആര് മുടക്കും? ഈ കാര്യത്തിൽ വലിയ തർക്കമാണ്. ഫ്രാൻസിനും മറ്റ് ഇംഗ്ലണ്ടിനും മറ്റ് രാജ്യങ്ങൾക്കും ഇടയിൽ വലിയ തർക്കം നിൽക്കുന്നു. ജർമ്മനിക്കും ഒക്കെ ഇടയിൽ വലിയ തർക്കം നടക്കുന്നു. ഒരു കാലത്ത് ജർമ്മനി, ഫ്രാൻസ് എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളായിരുന്നു, പ്രത്യേകിച്ച് സൈനിക തലത്തിൽ. പക്ഷെ അവരുടെ സൈനിക ബലം കുറഞ്ഞിരിക്കുന്നു. ആ രാജ്യങ്ങളിലെ സാമ്പത്തിക അടിത്തറ ഏറെക്കുറെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ പരീക്ഷണം നേരിടുന്നു. അവർക്ക് എണ്ണയ്ക്ക് കൂടുതലായി റഷ്യ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോഴും അതുതന്നെയാണ് അവരുടെ സ്ഥിതിഗതികൾ.
മധ്യേഷ്യയിൽ അമേരിക്കയ്ക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ. യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ അധിനിവേശത്തിന്റെ പാത വിട്ട കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയത്. ആ കാലഘട്ടത്തിൽ മറുവശത്ത് സൈനിക നീക്കങ്ങൾ തന്ത്രങ്ങളാക്കി അമേരിക്ക പല അധിനിവേശങ്ങളും തുടരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. മധ്യേഷ്യയിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അതിന്റെ പ്രകമ്പനങ്ങളും പ്രതിധ്വനികളും കണ്ടത് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് ഇസ്രായേൽ പോലെ ഏറ്റവും സാങ്കേതികതയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യത്തെ ചേർത്ത് പിടിക്കുന്ന വൈദഗ്ധ്യവും ട്രംപ് പുലർത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ നയിക്കുന്നത് പൂർണ്ണമായും ഒരു ജൂത സമൂഹമാണ് എന്ന് വേണം വിശ്വസിക്കാൻ. അവരുടെ ജൂതബുദ്ധി, ജൂത കച്ചവട താല്പര്യങ്ങൾ, അതൊക്കെ തന്നെയാവും ട്രംപിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ചേതോവികാരം. ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ട്രംപ് ഒരു നിബന്ധന, അതായത് ഞങ്ങളുടെ നിബന്ധനകൾ അനുസരിക്കുകയാണെങ്കിൽ സെലൻസ്കിക്ക് വേണ്ട സഹായങ്ങൾ അമേരിക്കയിൽ നിന്നുണ്ടാകും. പ്രകൃതി സമ്പത്ത് കണ്ടു തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു നീക്കം വെക്കുന്നത്, കരാറുമായി മുൻപോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക സഹായം നൽകുന്ന ചെറിയ ചെറിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ പലതും കണ്ണു വെച്ചിട്ട് തന്നെ ആയിരിക്കില്ലേ ട്രംപ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. ചൈനയുമായി തായ്വാൻ എത്രയോ കാലങ്ങളായി പ്രശ്നങ്ങളിലാണ്. തായ്വാനെ സംരക്ഷിച്ച് നിർത്തുന്നതും ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയാണ്. അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ബലമൊക്കെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണോ രണ്ടാം തവണ അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് പുലർത്തുന്നത്? അത് എക്കാലത്തും മുതലാളിത്തത്തിന്റെ ഒരു പ്രകട ലക്ഷണമാണ്. അതൊരു കഴിവുള്ളവർ ലോകം ഭരിക്കുന്നു, കഴിവുള്ളവർ എല്ലാം നേടിയെടുക്കുന്നു. അത്തരത്തിൽ നമുക്ക് നീതിശാസ്ത്രപരമായി അതിനെ വേർതിരിക്കുക വയ്യ. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ലോക പോലീസായി നിൽക്കുന്നു. ലോകത്തിൽ എവിടെയും അവരുടെ സൈനിക സാന്നിധ്യമുണ്ട്. ആ ശക്തി തുടരണമെങ്കിൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായ ഒരു തളർച്ച ഉണ്ടാവരുത്. ജോ ബൈഡൻ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അമേരിക്ക കടന്നുപോയ, പ്രത്യേകിച്ച് കോവിഡാനന്തര അമേരിക്ക അത്ര ഭദ്രമായിരുന്നില്ല. ആ അപകടം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ ട്രംപിന്റെ മറുതന്ത്രങ്ങൾ. അമേരിക്കൻ ജനത എക്കാലത്തും സുരക്ഷിതരായിരിക്കണം എന്ന് ട്രംപിന് വളരെ വലിയ നിശ്ചയദാർഢ്യമുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ധരിച്ചു ട്രംപിൻ്റെത് ഒരു യൂട്ടോപ്യൻ ആശയങ്ങളായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ ഒന്നിനൊന്നിനെ നേർരേഖയിലേക്ക് വരുമ്പോൾ ട്രംപ് കൂടുതൽ ശക്തനാവുകയാണ്. തന്റെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നതിൽ വിജയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗസ മുനമ്പിനെ ഒരു റിവൈർ ആക്കും എന്ന് ട്രംപ് പറഞ്ഞതിൽ നിന്നും നമുക്ക് മറിച്ചൊരു കാര്യം ചിന്തിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ട്രംപിന്റെ കണക്കൂട്ടലുകളൊക്കെ വ്യക്തമാണ്. ട്രംപിന്റെ കരുനീക്കങ്ങൾ വളരെ ശക്തമാണ്. അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കാനിരിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോ ഒരു വാക്ക് ട്രംപിനെതിരെ ഇതുവരെ ഉരിയാടിയിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെതിരെ സംസാരിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ ഭയമാണ്. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക നിർത്തിയാൽ അവിടെ പ്രതിസന്ധിയിലാകുന്നത് നാറ്റോ സഖ്യരാജ്യങ്ങൾ തന്നെയാകും. അങ്ങനെ വന്നാൽ റഷ്യ ഇപ്പോൾ യുക്രൈന് നേർക്ക് നടത്തിയ ആക്രമണം പോളണ്ടിന്റെ നേർക്കോ മറ്റു രാജ്യങ്ങളുടെ നേർക്കോ തിരിച്ചു വച്ചാൽ നാറ്റോ സഖ്യരാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കണ്ണുമിഴിച്ചു നിന്നു പോകും. പുതിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പഴയ റഷ്യയിലേക്കുള്ള ഒരു മടങ്ങി വരവ്. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളൊക്കെ ഇപ്പോഴും പുതിന്റെ കണക്കുകൂട്ടലുകളിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് ട്രംപിനും മെരുക്കാൻ കഴിയുന്ന ഒരാളാണോ പുടിൻ? ട്രംപിന് മരിക്കാൻ കഴിയുന്ന ആള് എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പോൾ പുതിനെ സംബന്ധിച്ച് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. ട്രംപിനെ ശത്രുതയിൽ ആഴ്ത്തി വീണ്ടും സെലൻസ്കിയെ കരുത്തനാക്കാൻ പുതിൻ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യം അപകടം നിറഞ്ഞതാണ് എന്ന് പുതിൻ അറിയാം. ജോ ബൈഡന്റെ സമാന സാഹചര്യമായിരിക്കില്ല. പുതിനുമായി ട്രംപ് നേർക്കുനേർ കൊമ്പ് കോർത്താൽ സെലൻസ്കിയെ മറ്റൊരു തരത്തിൽ ട്രംപ് കൂടുതൽ സഹായിക്കുകയും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇപ്പോൾ ഇതൊരു അവസരമായി കണ്ട് ഒരു ട്രംപിസത്തിലേക്ക് പുതിൻ വരികയാണ്. ട്രംപിന് മുന്നിൽ കീഴടങ്ങുന്ന പുതിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ട്രംപ് വരാൻ പോകുന്നു, അധികാരത്തിലെത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇനി ഉണ്ടാകില്ല, റഷ്യയുടെ കാര്യത്തിലും തീരുമാനമാകാൻ പോകുന്നു എന്നുള്ള വലിയ ചർച്ചകളൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ട്രംപിനെയാണ്, എന്തിനേറെ ചൈനയോട് പോലും മൃദു സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു ട്രംപിനെ നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒരു നയതന്ത്രപരമായി നിൽക്കാനും ട്രംപ് രണ്ടാം തവണ വന്നപ്പോൾ ഒരു അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് മാറുന്നു. ഇറാനോട് പോലും ഒരു വലിയ തിരിച്ചടിക്ക് ട്രംപ് നിൽക്കുന്നില്ല. കാലങ്ങളായി ലോകത്തിന്റെ ഒരു ശാക്തിക ചേരി തിരിഞ്ഞു നിന്നത് സൈനിക ബലത്തിലായിരുന്നു. അതായിരുന്നു റഷ്യൻ ശാക്തിക ചേരി, അമേരിക്കൻ പാശ്ചാത്യ ലോകം. പക്ഷെ അതിലെ കാതലായ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ യുദ്ധത്തിന്റെ തലം മാറി.
പണ്ടൊക്കെ ചെറിയ വാശിയുടെ പേരിൽ ഏതെങ്കിലും ഒരു ചെറിയ കാരണത്തിൽ ചെറിയ ചെറിയ കനാലുകളുടെ പേരിൽ ഒക്കെ ആയിരുന്നു വലിയ യുദ്ധങ്ങൾ നടന്നത്. പക്ഷെ ഇപ്പോൾ ലോകത്ത് ഇനി ഏറ്റവും വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഏറ്റവും വലിയ ബിസിനസ് സാധ്യതകൾക്കുള്ള ഒരു യുദ്ധമായിരിക്കും. കച്ചവടത്തിന് വേണ്ടിയുള്ള യുദ്ധം, അതിലേക്കാണ് ഇപ്പോൾ ലോകം കിടക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കം. അതാണ് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾക്ക് 2 ചേരികളിലേക്ക് ഞങ്ങളുടെ സൈന്യത്തെ ഇപ്പോൾ അയക്കാനോ ശ്രദ്ധിക്കാനോ കഴിയില്ല. ഒന്ന് റഷ്യൻ ചേരിയിലേക്ക്, മറ്റൊന്ന് ചൈന. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ലോകത്ത് വളർന്നു വരുന്ന ഒരു സാമ്പത്തിക രാജ്യം എന്നുള്ള നിലയ്ക്ക് ചൈനയെ തളച്ചിടേണ്ടത് അനിവാര്യതയാണ്. ഇല്ലെങ്കിൽ നാളെ അമേരിക്കൻ രക്തം ഊറ്റിക്കുടിച്ച് ചൈന വളരുമെന്ന് ട്രംപിനറിയാം. അപ്പോൾ അമേരിക്കയുടെയും ട്രംപിന്റെയും ഒക്കെ മുഴുവൻ ശ്രദ്ധയും ചൈനയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ചൈനയെ എങ്ങനെ കീഴ്പ്പെടുത്തണം? അവരെ യുദ്ധം ചെയ്തോ ആയുധങ്ങൾ കൊണ്ടോ അല്ല കീഴ്പ്പെടുത്തേണ്ടതെന്ന് ട്രംപിനറിയാം. പകരം കച്ചവടത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെ മെരുക്കുക, അതിനുവേണ്ട തന്ത്രങ്ങളാണ് ഇപ്പോൾ ഒരു വശത്ത് ട്രംപ് വയറ്റുന്നത്. മറുവശത്ത് റഷ്യയെ സംബന്ധിച്ച് റഷ്യ അത്രമാത്രം സാമ്പത്തിക ഭദ്രതയിലൊന്നുമല്ല ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് റഷ്യ അത്ര വലിയ അപകടകാരിയുമല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിപരമായ നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. നമ്മളിപ്പോൾ ചൈനയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ലോകത്തെ ഏതു കോണിൽ യുദ്ധം നടന്നാലും ഒന്നെങ്കിൽ ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ സൗഹൃദപരമായിട്ട് അമേരിക്കയുടെ കൈകളുണ്ട്. പക്ഷെ ചൈനയാകട്ടെ എവിടെ യുദ്ധം നടന്നാലും തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയാണെങ്കിൽ അവരെ മുന്നോട്ട് വന്ന് സഹായിക്കാനല്ല, പക്ഷെ പിന്നിലൂടെയുള്ള എല്ലാ നീക്കങ്ങളും സഹായങ്ങളും കൊടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ചൈന നേരിട്ടൊരു യുദ്ധത്തിനും ഇല്ലാതാനും. പക്ഷെ സാമ്പത്തികമായി മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ചൈന അമേരിക്കയേക്കാൾ ഒരുപടി മുന്നിലേക്ക് കുതിക്കാൻ ഇനി അധികം വർഷങ്ങളില്ല എന്ന് വിദഗ്ധർ പറയുന്ന ചൈന. അങ്ങനെയാണെങ്കിൽ ഇനി ചൈനയെ പിടിച്ചുകെട്ടുക മാത്രമല്ലേ ട്രംപിന് മുൻപിലുള്ളത്? അല്ല, ഇത് മറ്റൊരു തലത്തിൽ വേണം ഇത് നമ്മൾ കാണാൻ. കാരണം ഡെമോഗ്രഫിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ഒരു 150 കോടി ജനങ്ങള്, 175 കോടി ജനം, ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ജനസംഖ്യയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ യുദ്ധത്തിനിറങ്ങിയാൽ, അവരെ ഏതെങ്കിലും തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ ഈ ജനങ്ങൾ പട്ടിണിയിലാകും, രാജ്യം വലിയ തോതിൽ നാശത്തിലേക്ക് പോകും. ഇത് മനസ്സിലാക്കിയാണ് ചൈനയുടെ നീക്കങ്ങൾ. ഇത് ഇന്ത്യക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ പല യുദ്ധങ്ങളിലും ചേരിചേരാ നയമാണ് ഇന്ത്യ പുലർത്തുന്നത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അവർ 30 കോടി ജനങ്ങളെ ഉള്ളൂ. ഈ ജനങ്ങളാവട്ടെ സാമ്പത്തികമായി വലിയ കപ്പാസിറ്റി ഉള്ളവർ, വലിയ പർച്ചേസ് കപ്പാസിറ്റി ഉള്ളവർ, രാജ്യത്തിന് തന്നെ വലിയ തോതിൽ ഭൂസമ്പത്ത് എന്ന് പറയുന്നത് ധാതുക്കള് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളൊക്കെ വളരെ അധികമുള്ള രാജ്യം. സൈനിക തലത്തിലും വലിയ തോതിൽ വികസനം നേടിയിരിക്കുന്നു. സൈനിക യുദ്ധോപകരണങ്ങൾ കയറ്റി അയച്ചു കോടാനുകോടി സമ്പാദിക്കാൻ കഴിയുന്നു. അപ്പൊ അത്തരം സാഹചര്യം അമേരിക്കയുടെ മുന്നിലുണ്ട്. ഒരു കാലത്ത് റഷ്യയുടെ മുന്നിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. റഷ്യക്കും ജനസംഖ്യ അത്രയധികം ഒരു ഭാരമല്ല. പക്ഷെ ചൈനയെ സംബന്ധിച്ച് എടുത്തു ചാടാൻ കഴിയില്ല. സൈനിക തലത്തിൽ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് അവർക്ക് മുന്നേറാൻ കഴിയില്ല. അവർക്ക് അവരുടെ 175 അല്ലെങ്കിൽ 160 കോടി ജനത്തെ പോറ്റുക എന്നുള്ളതാണ്. അവർക്ക് അഭിവൃദ്ധി കൊടുക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം വ്യാവസായിക തലത്തിലുള്ള യുദ്ധമാണ്. കയറ്റുമതി, ഇറക്കുമതി, ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഘടകങ്ങളാണ്. അത് കൃത്യമായി ട്രംപിനറിയാം. അതാണ് ചൈനയോടുള്ള ട്രംപിന്റെ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് കടക്കുന്നത്. അല്ലാതെ മിസൈൽ അയച്ച് റോക്കറ്റുകൾ പ്രയോഗിച്ച് അവരെ വീഴിക്കുക എന്നുള്ളതല്ല. അവരെ ട്രംപ് പയറ്റുന്ന ഓരോ തലത്തിലും, ഇപ്പോൾ യുക്രൈനെതിരെ, സെലൻസ്കിക്കെതിരെ ഒരു മാനസിക യുദ്ധമാണെങ്കിൽ ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം. യൂറോപ്പിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും? അടിയറവ് പറയാൻ തന്നെ യുക്രൈൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടോ? അടിയറവ് പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ ഈ കരാർ നിബന്ധനകൾ പൂർണ്ണമായും യുക്രൈന്റെ കീഴടങ്ങലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ സെലൻസ്കി കീഴടങ്ങി കഴിഞ്ഞു. അതല്ലാതെ മറ്റു മാർഗമില്ല. ഈ കരാർ പൂർണ്ണമായും യുക്രൈനെ മറ്റൊരു തരത്തിൽ അനുഗ്രഹമാകും. കാരണം അവരുടെ സുരക്ഷ ഇനി ഒരു വിട്ടുവീഴ്ചയില്ലാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം ട്രംപിനുണ്ടാകും. അപ്പോൾ യൂറോപ്പിന്റെ വിഷയം പറഞ്ഞു വരുമ്പോൾ പുടിൻ ജയിച്ചു എന്നല്ല, അല്ലെങ്കിൽ റഷ്യ ജയിച്ചു എന്നല്ല, അക്ഷരാർത്ഥത്തിൽ ട്രംപ് ജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പുടിനെ ചവിട്ടി താഴ്ത്താനും ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സമാധാനം കൊണ്ടുവരാനും ആ വിഷയത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ട്രംപിന്റെ നയതന്ത്രപരമായ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അത്ര മണ്ടനല്ല. പലപ്പോഴും അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ട്രംപിനെ മണ്ടൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഞാൻ അത്ര മണ്ടനല്ല എന്ന് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളിലൂടെ ട്രംപ് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും വെള്ളിയാഴ്ചയോടെ കാര്യങ്ങളിൽ തീരുമാനം ആകുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.